പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അസാസിയത്ത് തർജുമ ബേസിക്സ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന ടെക്സ്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഒന്നാമത്തത് അജിബ് അനിൽ അസ്ലത്തിൽ ആത്തിയത്തി ഹസ്ബുൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശേഷം തന്നവയ്ക്ക് ഉത്തരങ്ങൾ ശേഷം വന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. മാഹിയ തർജമത്തുൽ ഇൽമിയ, ഇൽമിയായ തർജമ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രീയപരമായ തർജമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ പറയുന്നു, തർജമത്തുൽ ഇൽമിയത്തി ഹിയ നൗഉ മിന തർജമത്തുൽ മുതഖസ്സിസത്തി ലത്തി തുഹ്തമ്മു ബിനഖ്ലിൻ നുസൂസിൽ മുതഅല്ലിഖ ബിൽ ഉലൂമിൽ മുഖ്തലിഫ മിസ്ലു തിബ്ബ് വൽ ഹന്ദസ വൽ ഫിസിയ വൽ കീമിയ വത്തഖ്നിയ من لغة إلى أخرى بدقة وضوح مع الحفاظ على المصطلحات العلمية الصحيحة. വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ്, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൃത്യമായും വ്യക്തമായും എത്തിക്കുന്നതിലും ശരിയായ ശാസ്ത്രീയ പദാവലികൾ നിലനിർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേകതരം വിവർത്തനമാണ് ശാസ്ത്രീയ വിവർത്തനം. അടുത്ത ചോദ്യം, അരിഫ് തർജമ ലോകത്തൻ വസ്തിലാഹൻ. തർജമയുടെ താരീഫ്, ഡെഫിനിഷൻ വ്യക്തമാക്കാൻ ഭാഷയിലും അതേപോലെ ഇസ്തിലാഹിലും സാങ്കേതിക അർത്ഥത്തിലും. ഭാഷാർത്ഥത്തിൽ തർജമത്തു ഹിയ നഖ്ലുൽ കലാമി അവിൻ നസ്സി മിൻ ലുഗത്തിൻ ഇലാ ലുഗത്തിൻ ഉഖ്റ. ഇപ്പോൾ സാങ്കേതിക അർത്ഥ പ്രകാരം നമുക്കിങ്ങനെ പറയാം, ഹിയ ദിറാസത്തുൻ കൈഫിയത്തുൻ തഹ്വീലുൽ അഫ്കാരി വൽ മഅലൂമാത്തി മിൻ ലുഗത്തിൻ ഇലാ ഉഖ്റ ബി തരീഖത്തിൻ ദഖീഖത്തിൻ വ ഫഅലത്തിൻ. മുമ്പത്തെ വീഡിയോയിൽ അത് വിശദീകരിച്ചത് കൊണ്ട് അതിൻ്റെ അർത്ഥം പറയുന്നില്ല, ആവശ്യമുള്ളവർ ആ വീഡിയോ പോയി കാണുക. മാ ഖറദു ദിറാസത്തിൽ ഫനി തർജുമ. തർജുമ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? ഖറദു ദിറാസത്തി ഫന്നി തർജുമത്തി ഹുവ ഫഹ്മുൽ മുബാദിഉ വൽ മഹാറാത്ത് അല്ലത്തി തുംകനു അൽ മുതറജ്ജിമു മിൻ നഖ്ലിൽ മഅന മിൻ ലുഗത്തിൻ ഇലാ ലുഗത്തിൻ ഉഖ്റ ബിദിഖത്തിൻ വ വുദൂഹിൻ മഅൽ മുഹാഫളത്തി അല റൂഹിൻ നസ്ൽ അസ്ലി വ ഉസ്ലൂബിഹി വയംകിനു തൽഖീസു അഗ്റാദു ദിറാസത്തി ഫന്നി തർജുമത്തി ഫി നുഖാത്തി താലിയ. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അർത്ഥം കൃത്യമായും വ്യക്തമായും എത്തിക്കുന്നതിനും മൂലകൃതിയുടെ ആത്മാവും ശൈലിയും നിലനിർത്തുന്നതിനും ഒരു വിവർത്തനം പ്രാപ്തമാക്കുന്ന തത്വങ്ങളും കഴിവുകളും മനസ്സിലാക്കുക എന്നതാണ് വിവർത്തനം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം. വിവർത്തനം പഠിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ മതി. അടുത്ത ചോദ്യം, മാഹിയ തർജമത്തുൽ ഖാനൂനിയ. നിയമപരമായ തർജമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, തർജമത്തുൽ ഖാനിയത്തു തർജമത്തുൽ വസായഖിൽ ഖാനൂനിയത്തി മിസ്ലൽ ഉഖൂദി വ ഷഹാദാത്ത്. കരാറുകൾ, സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നിയമപരമായ രേഖകളുടെ വിവർത്തനം. അഞ്ചാമത്തെ ചോദ്യം, ഉദുക്കട് അഖ്ലാഖിയാത്തി തർജുമത്തി. തർജമ ചെയ്യുന്ന ആൾക്ക് വേണ്ട സ്വാഭാവിക സവിശേഷതകൾ വ്യക്തമാക്കുക, പറയുക, സ്മരിക്കുക. അതിൻ്റെ ആൻസർ, ഈ സവിശേഷതകളാണ് വേണ്ടത്. ഇത്ഖാനുൽ ലുഗത്തൈനി, ഫഹ്മു സഖാഫ, അദ്ദിഖ, അൽ അമാന, അസ്സബ്ർ, അത്തവാസുലുൽ ജയ്യിദ്, അത്തഅല്ലുമുൽ മുസ്തമിർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദീകരണം മുമ്പത്തെ വീഡിയോയിലുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല, ആവശ്യമുള്ളവർ അതുപോയി കാണുക. അടുത്ത ചോദ്യം, മാഹിയൻ നളരിയാത്തു തർജുമത്തി. വിവർത്തന സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, നളരിയാത്തു തർജുമത്തി ഹിയ മജ്മുഅത്തു മിനൽ മനാഹിജി വൽ അഫ്കാരിൽ ഇൽമിയ്യത്തില്ലത്തി തഹ്ദീഫു ഇലാ തഫ്സീലിൻ കൈഫിയ ഇന്തിഖാലിൽ മഅന മിൻ ലുഗത്തിൻ ഇലാ ഉഖ്റ وتوضح ما الذي يجب على المترجم مراعاته أثناء ترجمته لتحقيق الدقة والوضوح والأمانة. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അർത്ഥം എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്നതിനും കൃത്യത, വ്യക്തത, വിശ്വസ്തത എന്നിവ കൈവരിക്കുന്നതിന് ഒരു വിവർത്തകൻ വിവർത്തന സമയത്ത് എന്തൊക്കെ പരിഗണിക്കണമെന്ന്
വ്യക്തമാക്കുന്നതിനും ലക്ഷ്യമിടുന്ന ശാസ്ത്രീയ സമീപനങ്ങളുടെയും ആശയങ്ങളുടെയും ഒരു കൂട്ടമാണ് വിവർത്തന സിദ്ധാന്തങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ ആൻസർ കീ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ചാനൽ ലിങ്കിൽ നിങ്ങൾ കയറി ഫോളോ ചെയ്യുക. അടുത്തത് വളരെ എളുപ്പമാണ്. തർജമുൽ കലിമാത്തിൽ അറബിയ, അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക. തർജമുൽ കലിമാത്തി ഇൽ അറബിയ. ഒന്നാമത് ചീഫ് എഡിറ്റർ, അതിന് നമുക്ക് റഈസു തഹരീർ എന്ന് പറയാം. മാർക്കറ്റിംഗ്, മാർക്കറ്റിങ്ങിന് തസ്വീഖ് എന്ന് പറയാം. അടുത്ത 8ാമത്തെ ചോദ്യം കൾച്ചറൽ എക്സ്ചേഞ്ച്, അതിന് നമുക്ക് തബാദുൽ സഖാഫി, കൾച്ചറിന് സഖാഫി എന്ന് പറയുന്നു, എക്സ്ചേഞ്ചിന് തബാദുൽ. അപ്പോൾ കൾച്ചറൽ എക്സ്ചേഞ്ച് തബാദുൽ സഖാഫി. അടുത്തത് പൊളിറ്റിക്കൽ കൺഫ്ലിക്റ്റ്, അതിന് തഗയ്യുർ സിയാസി എന്ന് പറയാം. പൊളിറ്റിക്കലിന് സിയാസി എന്നും കൺഫ്ലിക്റ്റിന് തഗയ്യുർ എന്നും പറയാം. അപ്പോൾ തഗയ്യുർ സിയാസി, പൊളിറ്റിക്കൽ കൺഫ്ലിക്റ്റ്. 9ാമത്തത് സിവിൽ നൈറ്റ്സ്, അതിന് നമുക്ക് അൽ ലയാലിൽ മദനിയ, സിവിൽ എന്ന് പറഞ്ഞാൽ അൽ മദനിയ, നൈറ്റ്സിന് അൽ ലയാലി എന്ന് പറയാം. അപ്പോൾ അൽ ലയാലിൽ മദനിയ. അടുത്ത 9ാമത്തത് 2ാമത്തത് നോമിനേഷൻ. നോമിനേഷൻ നമുക്ക് തർശീഹ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അടുത്തത് തർജ്ജമ ഇലൽ ഇൻജിലീസിയ, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക. അൽ മജ്ലിസ് തശ്രീഇ, അതിന് നമുക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വിവർത്തനം ചെയ്യാം. അടുത്ത ലർബിയത്തുൻ മബിയാത്ത്, അതിന് സെയിൽസ് ടാക്സ്. മബിയാത്തിന് സെയിൽസ് എന്നും ലർബിയത്തിന് ടാക്സ് എന്നും അർത്ഥം. ലർബിയാത്തുൻ മബിയാത്ത്, സെയിൽസ് ടാക്സ്. അടുത്തത് ബിതാഖത്ത് സഊദ്, ബോർഡിംഗ് പാസ്. ഇൻഷാ അല്ലാഹ് അടുത്ത സെക്ഷൻ ബി നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.